പാദരക്ഷകൾ, ഫാൻസി, കോസ്മെറ്റിക്സ്, ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല്ല നിങ്ങൾക്കൊപ്പം. സന്ദർശിക്കുക സിൻഡ്രല്ല, പ്രണാമം കോംപ്ലക്സ്, ചൂണ്ടി, ആലുവ. ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ഗണേശോത്സവം പുരോഗമിക്കുകയാണ്. ഗണേശോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്ന് ഗണേശ വിഗ്രഹ പ്രതിഷ്ഠയും സത്സംഗവും നടന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന സംപൂജ്യസ്വാമി ഉദിത് ചൈതന്യയെ പൂർണ്ണ കുംഭം നൽകിയാണ് ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചത്. ഏതു രൂപങ്ങളും ജീവിതത്തിന്റെ സന്ദേശം തരുന്ന പ്രതിരൂപങ്ങളാണെന്ന് സംപൂജ്യസ്വാമി ഉദിത് ചൈതന്യ പറഞ്ഞു. ഹിന്ദു സംസ്കൃതി എന്ന് പറയുന്നത്, ഭാരത സംസ്കൃതി എന്ന് പറയുന്നത് ഋഷീശ്വരന്മാർ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് രൂപങ്ങളും ജീവിതത്തിന്റെ സന്ദേശം തരുന്ന പ്രതിരൂപങ്ങളാണ്. രൂപങ്ങളിലൊക്കെ ഒരു സന്ദേശത്തിന്റെ പ്രതിരൂപമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ രൂപം മാത്രം കണ്ടു തൊഴുതുപോയാൽ ഹിന്ദു അവിടെ കടക്കും. ആ രൂപത്തിനനുസരിച്ചുള്ള പ്രതിരൂപങ്ങൾ വെച്ചുകൊണ്ടാണ് മന്ത്രങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഗണപതി ഭഗവാന്റെ ശിരസ് ആനയുടെ മസ്തകം വെച്ചുകൊണ്ട്, ആനയുടെ തല വെച്ചുകൊണ്ട്. എന്തിനാണ് അങ്ങനെ രൂപം വെച്ചിരിക്കുന്നത്? ഇന്നിപ്പോ കുട്ടികൾ പോലും ചോദിക്കും, മനുഷ്യന്റെ കഴുത്തിന്റെ മുകളിൽ ആനയുടെ തല നിൽക്കുന്നുണ്ട്. ആനയുടെ കഴുത്തും മനുഷ്യന്റെ കഴുത്തും ഒരുപോലെയാണോ? ആണോ? എന്തിനാണ് ഇങ്ങനെ രൂപം വെച്ചത്? ഇടക്കാലത്ത് നമ്മുടെ സ്പീക്കർ പറഞ്ഞു ഇതൊരു മിത്താണെന്ന്. എന്തുകൊണ്ടാണ് ഒരു മിത്തെന്ന് വിളിക്കുന്നത്? ഇതിന്റെ പിന്നിലുള്ള പ്രതിരൂപ സത്യത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇതൊരു മിത്തായി തോന്നുന്നു. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാക്കേണ്ടത്, സത്യമാക്കേണ്ടത് നമ്മളാണ്. എന്താ നമ്മൾ പഠിക്കുന്നത്? ഗണേശ ഭഗവാന്റെ ആനയുടെ തല നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നേതൃത്വ ശക്തിയാണ്. നിരവധി വിശ്വാസികളാണ് സംപൂജ്യസ്വാമി ഉദിത് ചൈതന്യയുടെ പ്രഭാഷണം കേൾക്കുവാനായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്.